നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ന് നടക്കുന്ന മത്സരങ്ങളിൽ ഒരു പിടി വമ്പൻ ടീമുകളാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. ഒരുപാട് മത്സരങ്ങൾ ഇന്ന് അരങ്ങേറുന്നുണ്ട്. വമ്പന്മാരായ ബയേൺ മ്യൂണിക്ക് ഇന്ന് കളത്തിലേക്ക് വരുന്നുണ്ട്. റയൽ മാഡ്രിഡ്, ലിവർപൂൾ, അത്ലറ്റിക്കോ മാഡ്രിഡ് എന്നിവരൊക്കെ ഇന്ന് ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10:15 രണ്ട് ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളാണ് നടക്കുന്നത്. ജിറോണയും ഫെയനൂർദും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അതുപോലെ തന്നെ ഷാക്തർ ഡോണസ്കും അറ്റ്ലാന്റയും തമ്മിൽ ഒരു മത്സരം ഇന്ന് കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 മികച്ച മത്സരങ്ങൾ നമ്മെ കാത്തിരിക്കുന്നത്. കരുത്തരായ ബയേൺ മ്യൂണിക്കിൻ്റെ എതിരാളികൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആസ്റ്റൺ വില്ലയാണ്. നമുക്കറിയാം, ഈ ഒരു മത്സരം ആസ്റ്റൺ വില്ലയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ബയേൺ മ്യൂണിക്ക് ആദ്യത്തെ മത്സരത്തിൽ ഡൈനാമോ സാഗ്രെബിനെ 2-9 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് അവർ വരുന്നത്. അതേസമയം എമിലിയാനോ മാർട്ടിനസിൻ്റെ സംഘം ആദ്യ UCL മത്സരത്തിൽ വിജയിച്ചിരുന്നു. പക്ഷേ ഒരു കടുത്ത വെല്ലുവിളി ഇപ്പോഴാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത്. അതുപോലെ തന്നെ 12:30 അത്ലറ്റിക്കോ മാഡ്രിഡും ബെൻഫിക്കയും തമ്മിൽ ഒരു മത്സരം കളിക്കുന്നുണ്ട്. കഴിഞ്ഞ ലാലിഗ മത്സരത്തിൽ റയലിനെ സമനിലയിൽ തളച്ചുകൊണ്ടാണ് അത്ലറ്റിക്കോ വരുന്നത്. അതുപോലെ തന്നെ മൊണാക്കോയും ഡൈനാമോ സാഗ്രെബും ഇന്ന് കളിക്കുന്നുണ്ട്. മൊണാക്കോ കഴിഞ്ഞ മത്സരത്തിൽ ബാഴ്സലോണയെ അട്ടിമറിച്ചതിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് വരുന്നത്. നിലവിലെ ജേതാക്കളായ റയൽ മാഡ്രിഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫ്രഞ്ച് ക്ലബ്ബായ ലില്ലിയാണ് അവരുടെ എതിരാളികൾ. ആദ്യ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ലിവർപൂൾ ഇന്ന് നേരിടുന്നത് ഇറ്റാലിയൻ ക്ലബ്ബായ ബോലോഗ്നയെയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ആൻഫീൽഡിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. RB ലീപ്സിഗും യുവൻറ്റസും തമ്മിൽ ഒരു മത്സരം കളിക്കുന്നുണ്ട്. തിയാഗോ മൊട്ടയുടെ കീഴിൽ യുവൻറ്റസ് ഇപ്പോൾ മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ബെൽജിയം ക്ലബ്ബായ ക്ലബ്ബ് ബ്രൂഗയും അതുപോലെ തന്നെ ഓസ്ട്രിയൻ ക്ലബ്ബായ സ്റ്റേം ഗ്രാസും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ഈ മത്സരവും ഇന്ന് രാത്രി 12:30 തന്നെയാണ് നടക്കുക. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഈ മത്സരങ്ങളെ കൂടാതെ ലയണൽ മെസ്സിയും ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇന്റർ മയാമി ഇന്ന് നേരിടുന്നത് കൊളംബസിനെയാണ്. കൊളംബസിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5:15 ഈ ഒരു മത്സരം നടക്കുക. മെസ്സി കളിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ ഒരു മത്സരത്തിൽ വിജയിക്കുന്നതോടുകൂടി ആ ഒരു ഷീൽഡ് സ്വന്തമാക്കാൻ അല്ലെങ്കിൽ ഉറപ്പിക്കാൻ ഇന്റർ മയാമിക്ക് കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു പ്രകടനം മെസ്സിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സംഘത്തിൽ നിന്നും ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.